ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക, യുവർ ക്വാറന്റൈൻ. ഇന്ന് ഞാൻ കൊണ്ടുവന്ന UBR കോഴ്സ് അല്ല എൻ്റെ ആദ്യത്തെ കോഴ്സ്. ഒരു എന്താ പറയുക, ഇത്രയും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവ് ഇപ്പം എനിക്കില്ല. ക്ലാസ് ആർക്കും ഫ്രീ ആയിട്ട് നൽകുന്നില്ല. ഫീലായിരുന്നു, ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. കാരണം സത്യമായി ക്ലാസ് കാണാനിരുന്നു. ഞാനും ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന് ഞാനും നല്ല ഡിപ്പെൻഡ് ഉണ്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക, യുവർ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു Q&A ആണ്. എന്ന് പറയുമ്പം കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പല കുട്ടികൾക്കും ഉള്ളിലും പുറത്തുമായിട്ട് തോന്നിയ പല ചിന്തകളും ഡൗട്ട്സുകളും എല്ലാം കൂടെ ഞാനൊന്ന് കണക്കിലെടുത്തിട്ട് ഇനി വരാനാകുന്നതുമായിട്ടുള്ള ഡൗട്ട്സുകളും ഒക്കെ കണക്കെടുത്തിട്ട് ഞാനൊന്ന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ ആൻസർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു എന്നെക്കാളും വേറൊരാൾക്ക് വന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നമ്മുടെ സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യങ്ങൾക്ക് കുറച്ച് ആൻസർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിലത്തേക്കൊരു സംശയവും ഒരു കുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ളൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് UBR? അപ്പോൾ അതിന് ആൻസർ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പറയാം, UBR എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് ബൈ ഡോക്ടർ ഗോപിക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ നമ്മൾ വളരെയധികം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് NCERT ബയോളജി കവർ ചെയ്ത് നീറ്റ് പ്രിപ്പറേഷൻ എങ്ങനെ കവർ ചെയ്യാം, ഓക്കെ, എന്തൊക്കെ മെത്തേഡ്സുകൾ, കുറേ നിമോണിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് UBR കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്? അപ്പോൾ ഈ കോഴ്സിൻ്റെ ഹൈലൈറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഈ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ എന്താ പറയുക, വോളറ്റൈലായിട്ടുള്ള പല കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ബയോളജിയിൽ എവിടെയാണ് ഈ കൺസെപ്റ്റ് വരുന്നത്? ബയോളജിയിൽ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഇപ്പോൾ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ കുറേ കാണാതെ പഠിക്കുന്ന സംഭവങ്ങളല്ല അതിലുള്ളത്. അത് എങ്ങനെയാണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ആ പ്ലാന്റിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്, എന്തുകൊണ്ട് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ, അതുപോലെ തന്നെ ETS, എന്തിനാണ് ഈ സംഭവങ്ങളെന്ന് പറഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കഥ പോലെ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ മാത്രമേ അത് എന്തിനാണ് ചെയ്തത്, അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കത്തുള്ളൂ. സോ അങ്ങനെയുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരിക. അതുപോലെ തന്നെ എക്സാമ്പിൾസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ അയ്യോ അതെന്താണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾക്ക് വിരൽ തുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിമോണിക്സുകൾ നിങ്ങൾക്ക് കൊണ്ടുവരിക. സോ ഇതൊക്കെയാണ് ഈ നിമോണിക്സും ഈ കൺസെപ്റ്റും വെച്ചിട്ട് നിങ്ങളെ ബയോളജി നീറ്റിൽ ഒരു എന്തായിരുന്നാലും ഒരു എന്താ പറയുക ഫുൾ മാർക്കോളം മേടിക്കുന്ന തരത്തിൽ നിങ്ങൾ എടുക്കുക. കാരണം ഫുൾ മാർക്കെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം നമുക്ക് 1 or 2 ബൗൺസർ ക്വസ്റ്റ്യനൊക്കെ വരുവാണെങ്കിൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കോഴ്സായിരുന്നു ഇത്. ഈ 2 കാര്യങ്ങളുമാണ് അതിൻ്റെ ഹൈലൈറ്റ്സ്. ഇനി ഒരു ഹൈലൈറ്റ് കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത്, നമ്മൾ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി ചേരുന്ന കുട്ടികൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ടേബിൾ കൊടുക്കുകയാണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യും. ഇപ്പം നമ്മളാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങൾക്കൊരു ടൈം ടേബിൾ തരികയാണ്, ഇന്ന ദിവസം ഈ ചാപ്റ്റർ പഠിക്കുക, ഇന്ന ദിവസം ഈ ചാപ്റ്റർ പഠിക്കുക, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ MCQs ചെയ്യുക, ഇന്ന് നിങ്ങൾക്ക് റിവിഷൻ ഡേ ആണ്, നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ദിവസമാണ്, നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം കൂടും. അപ്പോൾ അങ്ങനെ ഈ 3 കാര്യങ്ങൾ, അതിൽ 3 ഹൈലൈറ്റ്സുകളാണ് ഈ കോഴ്സിൻ്റെ ഹൈലൈറ്റ്. സോ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇനി ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 3ാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനാണ് UBR കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, കാരണം ഞാൻ ഡോക്ടറാണ്, ഞാൻ എന്തിനാണ് UBR കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പല കുട്ടികളുടെ ഒരു ഡൗട്ടായിരിക്കും. അതിനുള്ളൊരു ആൻസർ ഞാൻ പല വീഡിയോകളിലായിട്ട് ഞാൻ എവിടെയൊക്കെയോ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷേ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 വർഷം പുറകെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഞാൻ കൊണ്ടുവന്ന UBR കോഴ്സ് അല്ല എൻ്റെ ആദ്യത്തെ കോഴ്സ്. ഞാൻ ബേസിക്കലി കോവിഡ് സമയത്ത് യൂട്യൂബ് ചാനലിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരാളാണ്. എനിക്ക് അന്ന് യൂട്യൂബ് മാത്രമേ ഉള്ളൂ എനിക്ക് പഠിപ്പിക്കാനായിട്ടുള്ളൊരു സോഴ്സ് എന്ന് പറയുമ്പോൾ, ഞാൻ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തിനു സ്റ്റാർട്ട് ചെയ്തു? എനിക്ക് വെറുതെ ഇരുന്ന് പഠിച്ചാൽ പോരായിരുന്നു. ഞാൻ എന്തിനു സ്റ്റാർട്ട് ചെയ്തു? കാരണം എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിള്ളേരെ ഒക്കെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിപ്പിക്കുമ്പോഴത്തേനും അവർക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു യൂട്യൂബ് ചാനൽ. അത് കഴിഞ്ഞിട്ട് 2 വർഷം മുമ്പായിരുന്നു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നത്. അന്ന് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നീറ്റ് എക്സാമിന് ഏകദേശം 1 മാസം മുമ്പാണ് ഞാൻ ഈ ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും
അവസാനം ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനം നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാ നിൽക്കുകയാണ്, എന്തൊക്കെ നമ്മൾ നോക്കണം അതിൽ, അങ്ങനെ എന്തൊക്കെ നമ്മൾ അവസാനത്തെ നിമിഷം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നൊരു ക്ലാസ് ആയിരുന്നു, ഒരു ക്രാഷ് കോഴ്സ് ആയിരുന്നു, നീറ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ അന്ന് എന്ന് പറയുമ്പോൾ ഈ 2 വർഷം ആയിട്ടില്ല എന്ന് തോന്നുന്നു, 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ക്രാഷ് കോഴ്സ് അന്ന് ജോയിൻ ചെയ്ത കുട്ടികൾ ജോയിൻ ചെയ്യുന്ന അവസാന നിമിഷമാണ് ജോയിൻ ചെയ്യുന്നത്, കാരണം അവസാന നിമിഷമാണല്ലോ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നത് അത് പെട്ടെന്ന് തോന്നി ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അന്ന് ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ കോഴ്സ് അവർക്ക് ഭയങ്കര യൂസ് ആയി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ അവസാനത്തെ നിമിഷമാണ് ജോയിൻ ചെയ്തത്, കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരാമായിരുന്നു, അവർക്ക് ഒരുപാട് യൂസ് ആയേനെന്നൊക്കെ പറഞ്ഞിട്ട് അവരന്ന് പറഞ്ഞപ്പോഴത്തേന് എനിക്കതൊരു വലിയ വലിയൊരു സന്തോഷവും വളരെ ഒരു മോട്ടിവേഷനായിട്ടുള്ളൊരു കാര്യമായി. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഇയർ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ക്രാഷ് കോഴ്സ് എനിക്ക് പുതിയത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. പക്ഷെ അന്ന് അത് നടന്നില്ല. പക്ഷെ അന്ന് ആ കുട്ടികൾ ഈ ലേറ്റായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾ പറഞ്ഞു അവർക്ക് ആ ക്രാഷ് കോഴ്സ് വേണം, അവർക്കത് ജോയിൻ ചെയ്യണം. ഇവൻ അത് പഴയ ക്രാഷ് കോഴ്സ് ആണെങ്കിൽ അവർക്കത് ജോയിൻ ചെയ്യാനായിട്ട് അവർക്ക് വളരെ താല്പര്യത്തോടെ അവരൊന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അന്നേ എനിക്ക് പുതിയൊരു ക്രാഷ് കോഴ്സ് കൊണ്ടുവരണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഡ്രീം കാര്യം ഞാൻ പറയാം. യൂട്യൂബിൽ ഞാൻ വന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള NCERT ബയോളജി ക്ലാസ് എടുത്തിട്ടാണ്. അത് ആക്ച്വലി ഞാൻ എൻ്റെ ഐഡിയ ആയിട്ട് കൊണ്ടുവന്നതാണോ അല്ല, എൻ്റെ ഐഡിയ ഒന്നും അല്ലായിരുന്നു അത് എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പറഞ്ഞതായിരുന്നു, മിസ്സേ ഞങ്ങൾക്ക് ഇന്ന് ലൈൻ ബൈ ലൈൻ NCERT ബയോളജി ക്ലാസ് എടുത്തു തരാൻ ആരുമില്ല, മിസ്സ് ഞങ്ങൾക്ക് അത് എടുത്തു തരുവാണെങ്കിൽ യൂസ്ഫുൾ ആയി എന്നെ. യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു കുട്ടി ഹിഷാം എന്ന് പറയുന്നൊരു കുട്ടി എനിക്കന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് മുതലേ എൻ്റെ ഒരു ഡ്രീമായിരുന്നു, ഈ ക്രാഷ് കോഴ്സ് കൊണ്ടുവന്നപ്പോഴേ എൻ്റെ ഒരു ഡ്രീമായിരുന്നു എനിക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമുക്ക് അന്ന് ക്രാഷ് കോഴ്സ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ട് നമുക്കൊരു സോഴ്സും ഇല്ല, കാരണം യൂട്യൂബ് മാത്രമേ ഉള്ളൂ അന്ന്. ഇപ്പോൾ നമുക്ക് ഈ ക്വാറന്റൈൻ ടീച്ചർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, പക്ഷേ അങ്ങനെയല്ല, നമുക്ക് അന്ന് യൂട്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേറൊന്നും ചെയ്യാനും വേറൊന്നും ഇല്ല കയ്യിൽ, വേറെ സോഴ്സസ് ഒന്നും ഇല്ല. അപ്പോൾ അത് കാരണം അങ്ങനെ അതങ്ങ് പോയി. അപ്പോൾ ഈ പറയുന്ന പുതിയ അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് കൊണ്ടുവന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഡ്രീമായിട്ടുള്ള നീറ്റ് ലൈൻ ബൈ ലൈൻ ക്ലാസ്സിൻ്റെ ഒരു മിനിയേച്ചർ വെർഷനായിട്ടാണ്. എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് സമയം കുറവാണ്, പക്ഷേ സമയം കുറവിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ എനിക്ക് ഇവർക്ക് NCERT കവർ ചെയ്യുന്ന തരത്തിൽ അന്ന് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് പോലെ അങ്ങനെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചാണ് ഈ UBR കോഴ്സ് ഉണ്ടാക്കി വരുന്നത്. എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ബൈ ലൈൻ ക്ലാസ്സിൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ NCERTയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പൊട്ടും പൊടിയും നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഒരു പോയിന്റ് മിസ്സാക്കാൻ പാടില്ല, NCERT സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ നിന്ന് നിങ്ങൾ ഒന്നും മിസ്സാക്കാൻ പാടില്ല എന്നുള്ള ഒരു സംഭവത്തോടുകൂടെ ചിന്തിച്ചപ്പോഴത്തേനും വന്നൊരു ക്ലാസ്സാണ്. അന്ന് ഇതിന് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് എന്നുള്ള പേരൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ ക്ലാസ് വരുന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ ഒരു കോഴ്സാണ്. ഓക്കെ, രണ്ടാമത്തെ കോഴ്സാണ്. ഞാൻ ആക്ച്വലി ആദ്യമേ കോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ അതായി നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാലാമത്തെ ചോദ്യമാണ്, എന്തുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ആർക്കും ഫ്രീ ആയിട്ട് നൽകുന്നില്ല? അതൊരു വളരെയധികം കുട്ടികളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്, അല്ലെങ്കിൽ ചിന്തിക്കാവുന്നതായിട്ടുള്ളൊരു ചോദ്യമാണ്, ഇനിയും ഭാവിയിൽ ചിന്തിക്കാവുന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിനെനിക്ക് ശരിക്കും നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമുക്കൊരു സോഴ്സ് ഉണ്ടായിരുന്നില്ല നമുക്ക് നമ്മുടെ ക്ലാസ്സസൊക്കെ കൊടുക്കാനായിട്ട്. ഇന്ന് നമുക്ക് ഒരു ആപ്പ് ഉണ്ട്, യുവർ ക്വാറന്റൈൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, ആ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പലർക്കും എനിക്കും ഇതിനെ പറ്റിയിട്ട് വളരെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ കാര്യം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുമല്ലോ, വേറെ എനിക്കൊന്നും പറയാൻ പറ്റില്ല, വേറെ ആൾക്കാരുടെ എനിക്ക് അറിഞ്ഞുകൂടാ ഈ ആപ്പ് എടുക്കുമ്പോഴത്തേന് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ആപ്പ് എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ യുവർ ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈ വേറൊരു കമ്പനി നമുക്കൊരു ആപ്പ് ഉണ്ടാക്കി തരുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി തരുന്നത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അവർക്കൊരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ അറിവാണിത് കേട്ടോ. ഞാൻ ഈ ആപ്പ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തതിൽ എൻ്റെ പങ്ക് ഭയങ്കര കുറവാണ്. ഇതിൽ വേറെ ആൾക്കാരുണ്ട്, അവരുടെ പങ്കുകളാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആപ്പിനൊരു പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ പേയ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ഇയർലി അങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു ആപ്പല്ല. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിൽ കയറി നമ്മൾ റെൻറ്റിന് താമസിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോ നിങ്ങൾ കാണുന്ന UBR കോഴ്സിലെ ഓരോ വീഡിയോയും ഈ പറയുന്ന ഞാനിങ്ങനെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന സംഭവമല്ല.
അത് എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാർ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന മെൻറ്റർ ഞാൻ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന യുവർ ക്വാറന്റൈൻ ടീച്ചറിനകത്ത് വേറെ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും പേയ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഫ്രീ ആയിട്ട് തരാൻ ഞാൻ മറ്റേ ചുക്കാൻ പിടിച്ച് മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് എന്നാൽ കഴിയുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ഈ പറയുന്ന യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് പല കുട്ടികളും എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അവർക്കൊരു NCERTയുടെ ലൈനൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഇതിൻ്റെ അർത്ഥം എന്താണ് മിസ്സേ എന്ന് പറഞ്ഞുതരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവരുടെ ആരെടുത്തും നിങ്ങൾ YQT സബ്സ്ക്രൈബർ ആണോ, നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എങ്കിൽ മാത്രമേ ഞാൻ അതിന് ആൻസർ ചെയ്യത്തുള്ളൂ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നിടത്തെല്ലാം ഞാൻ വളരെയധികം സത്യസന്ധമായിട്ട് പറയുന്നു, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയും വേറൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നീറ്റ്, ഇപ്പം മീൻസ് അടുത്ത നീറ്റ് വരാൻ പോകണം, അതിന് മുമ്പത്തെ കഴിഞ്ഞ നീറ്റ് കഴിഞ്ഞപ്പോൾ അന്ന് ജോയിൻ ചെയ്ത പുതിയ സ്റ്റുഡൻസ്, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് അവർ പിന്നെയും ഈ ക്രാഷ് കോഴ്സ് അവർ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, കാരണം ഞാൻ അന്ന് പുതിയൊരു കോഴ്സ് ഈ UBR കോഴ്സ് കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുമായിരുന്നു. അപ്പം അന്ന് ഞാൻ അവരുടെ അടുത്ത് അന്ന് അവർ ഈ പേയ്മെൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ചിന്തിച്ചതും അത് തന്നെയാണ്. ഒരു കുട്ടി സംശയമായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ അത് കമൻറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു, നിങ്ങൾ ആ ക്രാഷ് കോഴ്സ് മേടിക്കുകയാണെങ്കിൽ ഞാൻ പുതിയൊരു കോഴ്സ് കൊണ്ടുവരുന്നുണ്ട്, അപ്പം നിങ്ങൾ 2 പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ക്രാഷ് കോഴ്സ് മേടിക്കൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ UBR കോഴ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആക്സസ് തരാമെന്നുള്ളതായിരുന്നു. ഞാൻ ചുമ്മാ വാഗ്ദാനം ചെയ്തതല്ല, അത് പ്യുവർലി ഞാൻ ആലോചിച്ചു. ഓക്കെ, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വന്നവർക്ക് ഞാൻ ഇനി പുതിയ കോഴ്സ് കൊണ്ടുവരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർ പിന്നെയും പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടി വരും. അവർ ഓൾറെഡി പഴയ കോഴ്സിൽ ജോയിൻ ചെയ്തതാണല്ലോ, അവർ പിന്നെയും ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചത് കൊണ്ട് മാത്രം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നി, എന്തിനാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ ശരി, അവർ 799 ആണ് അന്ന് പേയ്മെൻറ്റ് ചെയ്ത് അവർക്ക് UBR കോഴ്സ് ഒന്ന് ഞാനത് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അത് ഫ്രീ ആക്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ പറയുകയാണ്, എഡ്യൂക്കേഷൻ എവിടെയാണെങ്കിലും പ്യുവർലി ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കാണാത്തൊരു സൈഡിൽ വേറെ കുറേ പേയ്മെൻറ്റും കാര്യങ്ങളും ഉള്ളത് കാരണം എനിക്ക് പേയ്മെൻറ്റ് എന്തായിരുന്നാലും കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, ഏതൊരു സാധാരണ കുട്ടിക്ക് ആക്സസിബിൾ ആയിട്ട് ഒരു പേയ്മെൻറ്റ് ഉണ്ടാകണമല്ലോ, അങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ഓക്കെ എന്നാൽ പിന്നെ ഈ ഒരു എമൗണ്ടിലോട്ട് നമുക്ക് ഡിസൈഡ് ചെയ്താലോ എന്ന് ആലോചിച്ചെത്തിയതാണ് ആ ഒരു എമൗണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും ജോയിൻ ചെയ്യാൻ പറ്റണം. ഇന്ന് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് എഡ്യൂക്കേഷൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ എത്ര എമൗണ്ടാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മുടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് വെക്കുക. ഞാൻ തന്നെ അതിനൊന്നും പറയുന്നില്ല, കാരണം എഡ്യൂക്കേഷൻ എവിടെ കിട്ടണമെങ്കിലും അതിന് വലിയ വിലയാണ്. അത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ റിയലൈസ് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിലാണ് ഇന്ന് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. അതിന് വേറൊരു സൈഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അന്ന് നിങ്ങളത് ഞാനൊരു വളരെ ജെന്യുവനായിട്ട് വളരെ ഫ്രാങ്കായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഓക്കെ, ഒരു ഫ്രാങ്കായിട്ടൊരു കാര്യം പറയാം. നിങ്ങളത് വിശ്വസിക്കോ ഇല്ലയെന്ന് പോലെ എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന ക്രാഷ് കോഴ്സ് കൊടുത്തതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം അന്ന് ആ ക്രാഷ് കോഴ്സ് കൊടുത്തത് 497 റുപ്പീസിനാണ്. ഓക്കെ, 497 റുപ്പീസ്. അന്ന് നമുക്ക് വേറെ ആപ്പും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ കോഴ്സ് എടുക്കുന്നു, നമ്മൾ കൊടുക്കുന്നു, അത് എഡിറ്റ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ആ എമൗണ്ട്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇനി നിങ്ങൾ ചിന്തിക്കും എനിക്ക് എങ്ങനെയാണ്, അപ്പോൾ എനിക്ക് എന്ത് പ്രോഫിറ്റാണ് ഇതിനകത്ത് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. യെസ്, നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയാണ് ഈ പഠിപ്പിക്കുന്ന സംഭവം. സോ അത് ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ MBBS അല്ല, PG ഡോക്ടറായാലും സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്ത് വേറൊരു ഡോക്ടറായാലും എന്ത് ചെയ്താലും, ഞാൻ ഏതൊരു പ്രൊഫഷനിലെടുത്താലും, ടീച്ചിങ് റിലേറ്റഡ് അല്ലാത്ത ഏത് പ്രൊഫഷനിലാണെങ്കിലും എനിക്കിഷ്ടം ടീച്ചിങ് ചെയ്യാനാണ്. അത് ചെയ്യും, സ്വാഭാവികമായിട്ടും ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വളരെ പ്യുവർലി എൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാത്തതിൻ്റെ റീസൺ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് മിസ്സ് ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ടൈം കണ്ടുപിടിക്കുന്നത്? അതൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അതിനൊരു ആൻസർ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യുന്നതായിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് തോന്നും.
സപ്പോസ് ഇപ്പോൾ പല കുട്ടികൾക്കും ബയോളജി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ബയോളജി എവിടെയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അവർക്കതൊരു ഹെക്ടിക്കായിട്ട് തോന്നാറില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നത്. അത് സെയിം സംഭവം തന്നെയാണ് ഇവിടെ എൻ്റെ കാര്യത്തിലും വരുന്നത്. കാരണം ഓക്കെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു ഡോക്ടറാണ്. പക്ഷേ ഞാൻ വളരെയധികം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർ കൂടെയാണ്. അതുപോലെ തന്നെ ഞാനൊരു നീറ്റ് PG ആസ്പിറൻ്റ് കൂടെയാണ്. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു ശല്യമായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നത് എനിക്കൊരു മടിയുള്ളൊരു കാര്യം, ഒരു ശല്യമായിട്ടുള്ള കാര്യം, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അങ്ങനെയല്ല. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പഠനത്തിൻ്റെ സംഭവം അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്താണ്. പല കുട്ടികൾക്ക് ഇപ്പോൾ എനിക്ക് ഇന്ന് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള പല കുട്ടികൾക്കും അറിയാം, ഞാൻ എല്ലാവർക്കും രാവിലെ ഒരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ ടൈം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ UBR കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളെന്നല്ല, എൻ്റെ ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഓക്കെ. അങ്ങനെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല എൻ്റെ സ്റ്റുഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ എന്തുകൊണ്ടോ ദൈവം സഹായിച്ച എല്ലാവരുടെ സഹായങ്ങൾ കാരണം എനിക്കത് നടക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് ടൈം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഇച്ചിരി തിരക്കിൽ നടക്കുകയാണ്. കാരണം 2 months എനിക്കിനിപ്പോൾ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ എക്സാം ആയത് കാരണം ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്, എനിക്ക് ടൈമുണ്ട് ഓക്കെ. ഇനി അടുത്തൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതിന് ഒരു റീസൺ മാത്രമേ ഉള്ളൂ, അതിനൊറ്റ റീസണേ ഉള്ളൂ. ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് മൈ ക്ലാസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, UBR കോഴ്സ് കൊണ്ടുവരുന്നത് ഒക്ടോബറിലല്ല അതിന് മുമ്പേ കൊണ്ടുവന്നു തോന്നുന്നു, എൻ്റെ ഓർമ്മ അതിന് മുമ്പേ കൊണ്ടുവന്നു. പക്ഷേ സ്റ്റുഡൻസിനോട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ടൈം ടേബിളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബറിലായിരുന്നു. അതിന് മുമ്പേ ഈ കോഴ്സ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു, റെക്കോർഡിംഗ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വേണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന സംഭവം പ്രൊമോഷന് വേറെ ആൾക്കാർക്കൊക്കെ കൊടുക്കാം. അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു പ്രൊമോഷനും ആർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് വേറൊന്നുമല്ല, എനിക്ക് ഭയങ്കര ഇൻസെക്യൂർ ഫീലായിരുന്നു, ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. കാരണം ഒറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഞാനിപ്പോൾ MBBS കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ നിങ്ങളൊരു ടീച്ചറായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് തോന്നുന്ന പല ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നണമെന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ പാടായിരിക്കും ഓക്കെ. അത് എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വളരെ വലിയൊരു കൺഫ്യൂഷൻ എനിക്കന്നുണ്ടായിരുന്നു, വളരെ വലിയൊരു കൺഫ്യൂഷൻ. ദൈവം ഓരോ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാലോചിച്ചിട്ടുണ്ട്, ദൈവം ഇത് ഞാൻ പഠിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലാകുമോ, ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമെന്ന്. നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ ചില വീഡിയോസ് കാണും മനസ്സിലാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്ന് പഠിപ്പിക്കുന്നത് പോലെയാണ്, നിങ്ങളുടെ ഫ്രണ്ട് വന്നതെന്ന് പഠിപ്പിക്കുന്നത് പോലെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലൊരു അന്ന് ഈ റെക്കോർഡൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ ഭയങ്കര തോന്നലുകളായിരുന്നു, അത് മനസ്സിലാകുമോ അവർക്ക് ഞാനത് പറയുന്നത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഞാനൊരു അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം അതിന്. അങ്ങനെ ആയിട്ട് അത്യാഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അത്യാഗ്രഹം. അതൊരു വാക്കാണോ, അതാണോ അതിൻ്റെ ആപ്റ്റായിട്ടുള്ള വാക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഓരോ കുട്ടികളും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാകണം. അതിന് ഓരോ വിട്ടുവീഴ്ച എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനാണ് ഞാൻ അത്യാഗ്രഹം എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ വളരെ പെർട്ടിക്കുലറാണ് അതിൽ. കാരണം എൻ്റെ അടുത്ത് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് പോലും നിരാശയായിട്ട് പോകാൻ പാടില്ല. എനിക്ക് വളരെ പെർട്ടിക്കുലറായിട്ടുള്ളൊരു ഒരു സംഭവമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിമോണിക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഉണ്ടാക്കിയ നിമോണിക്സുകളാണ് കോഴ്സിലുള്ളത്. നിമോണിക്സ് ഉണ്ടാക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ കുട്ടികൾ നിമോണിക്സ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ആദ്യത്തെ വേർഡിൻ്റെ ലെറ്റർ, രണ്ടാമത്തെ വേർഡിൻ്റെ ലെറ്റർ, അങ്ങനെയൊക്കെ വെച്ചിട്ട് നിമോണിക്സുകൾ ഉണ്ടാക്കുന്ന ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നിമോണിക്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചത് കാരണം ഞാൻ വെച്ചു, ദൈവമേ ഇനി ഇവർക്ക് ഈ നിമോണിക്സ് ഒക്കെ സാധാരണ നിമോണിക്സുകൾ പഠിക്കുന്നത് പോലെ ഒരു ദിവസം പഠിച്ചിട്ട് രണ്ടാമത്തെ ദിവസം മറന്നു പോവുമോ, അങ്ങനെയൊക്കെ ഉള്ള പല ചോദ്യങ്ങൾ എൻ്റെ മൈൻഡിൽ അന്നുണ്ടായിരുന്നു. അത് UBR കോഴ്സ് സ്റ്റുഡൻസ് വന്ന് ജോയിൻ ചെയ്ത് എനിക്ക് തന്നിട്ടുള്ള റിവ്യൂസോടെ എനിക്കത് മാറി. എൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് ഇന്നും ഞാൻ കാണുന്ന ഒരു സംഭവമാണത്. അതിൽ ഓരോ സ്റ്റുഡൻസ് വന്നിട്ട് എനിക്ക് പറഞ്ഞിട്ടുള്ള ഓരോ മറുപടികൾ എല്ലാം ക്ലോസ് ടു മൈ ഹാർട്ടാണ്. കാരണം അത്രയും വളരെ അത്രയും വളരെയധികം കൺഫ്യൂഷനായിട്ട് ഞാൻ തുടങ്ങിയ ക്ലാസ്സസ് അവർക്ക് ഒരു വലിയൊരു മാറ്റം സംഭവിച്ചു എന്നുള്ള ഓരോ കമൻസുകളും എനിക്ക് എന്നും എക്കാലവും
നാളെ ഓരോ സ്റ്റുഡൻസുകൾ വരുമ്പോഴും വളരെയധികം ഓരോ കമൻസും ഓരോരുത്തരെയും പേഴ്സണലായിട്ട് ഇവിടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. അതിപ്പോൾ എത്ര കുട്ടികൾ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞാലും ശരി, എൻ്റെ അടുത്ത് സംസാരിക്കുന്ന എനിക്ക് ഓരോ കുട്ടികളെ അറിയാം, അങ്ങനെയാണ്. അപ്പോൾ അത്രയും വളരെ എന്താ പറയുക പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരു മെൻറ്ററാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്ന ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ, അവർ തന്ന ഓരോ റിവ്യൂസുമാണ് ഇന്ന് എൻ്റെ കോൺഫിഡൻസും ഇന്ന് ഞാൻ മറ്റുള്ള കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റുഡൻസിൻ്റെ അടുത്തും സഹായം ചെയ്യുന്നതും ആയിട്ടുള്ള ഈ പ്രൊമോഷൻ. മിസ്സേ, ഞാൻ ആ സത്യം പറഞ്ഞാൽ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് മിസ്സിന് മെസ്സേജ് അയക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നീറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് എടുത്ത നല്ലൊരു തീരുമാനമാണ് മിസ്സിൻ്റെ ബയോളജി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബയോളജി പൊതുവേ വലിയ കുഴപ്പമില്ല, പക്ഷെ അതിൽ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ നമ്മുടെ റെസ്പിറേഷൻ പ്ലാൻസ്, അങ്ങനെ 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട്, മോളിക്കുലർ ബേസിസ് അങ്ങനത്തെ 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട്. റെസ്പിറേഷൻ പ്ലാൻസ് +1 എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ റെസ്പിറേഷൻ പ്ലാൻസ്. ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഈ ചാപ്റ്റർ എന്താണെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ യൂട്യൂബിലും അതേപോലെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച ക്ലാസ് കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ സത്യം കാണാതെ പഠിക്കുകയാണ്, എനിക്ക് കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ മിസ്സിന്റെ ക്ലാസ് എന്താണ് സത്യം കണ്ടില്ല, റെസ്പിറേഷൻ പ്ലാൻസിന്റെ ക്ലാസ് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ഇന്ന് ആ ക്ലാസ് കാണുന്നത്. ഞാൻ ബാക്കി ഫുൾ മിസ് അപ്ലോഡ് ചെയ്ത ക്ലാസ് എല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ ഇന്നത്തെ ക്ലാസ് എല്ലാം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, സോ ഇത് ലാസ്റ്റ് ഹോപ്പാണ്. സോ ഈ ചാപ്റ്റർ എങ്ങനെയും പഠിച്ചെടുക്കാം, കാരണം ആകെ 3 ചാപ്റ്റേഴ്സേ ഉള്ളല്ലോ പ്ലാന്റ് ഫിസിയോളജി. സോ അപ്പൊ ഇതിനകത്ത് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പം ഇതെങ്ങനെയും പഠിച്ചെടുക്കണം. അപ്പം മിസ്സിന്റെ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാക്കാന്ന് വിചാരിച്ച് ഞാൻ ക്ലാസ് കണ്ടു. അപ്പം ഞാൻ ക്ലാസ് കാണാനിരുന്നു, ഞാനും ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന് ഞാനും തമ്മിൽ നല്ല ഡിഫറൻറ് ഉണ്ട്. കാരണം എന്താണ് ഈ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നതെന്നും അത് അങ്ങനത്തെ പ്രോസസ് ഒക്കെ ഉണ്ടല്ലോ, ഗ്ലൈക്കോലൈസിസ്, റെഡ് സൈക്കിൾ, ETS ഒക്കെ എന്താണ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ അത്, അതിന്റെ ആ ഒരു മിസ് അത് പറഞ്ഞു തരുന്നതിന്റെ ആ ഒരു ഇത്, ഞാൻ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അത് ഫുൾ കാണാതെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞത്. എന്നിട്ട് ഞാനൊരു 100 ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് ചെയ്തു. അതിലെനിക്ക് 98 എൻ്റെ ശരിയാണ്, ബാക്കി 2 മിസ്റ്റേക്ക് വന്നു. അത് ബാക്കി 98 എൻ്റെ ശരിയാണ്. അത് എനിക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു. കാരണം ഇത്രയും ദിവസം ഞാനത് പ്രിപ്പയർ ചെയ്ത സമയത്ത് എനിക്ക് ആ ചാപ്റ്റർ മര്യാദയ്ക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് കോൺസെപ്റ്റിന്റെ കുഴപ്പം കൊണ്ടായിരുന്നു. മീൻസ് അത് എന്താണ്, ഇപ്പം NCERT ഉള്ളത് ഞാൻ അതേപോലെ കാണാതെ പഠിച്ചു വെച്ചേക്കാം. അപ്പം അതിലൊന്നും ഓരോ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന ഞാനിപ്പോ ആ ചാപ്റ്റർ പക്ക പെർഫെക്റ്റ് ആയി. അതിപ്പോ എന്റെ ഫേവറേറ്റ് ചാപ്റ്റർ ആയിട്ട് മാറി. കാരണം അത്രയും നല്ലപോലെ, കാരണം നമ്മൾ ഒത്തിരി നാൾ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാവാത്തൊരു ചാപ്റ്റർ പെട്ടെന്ന് ഒരാളുടെ ക്ലാസ് ഉണ്ട് നമുക്ക് മനസ്സിലായില്ല. മിസ്സിന്റെ ആ ഒരു വേ ഓഫ് ടീച്ചിങ് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് മനസ്സിലായത്. സോ താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. കാരണം ഇങ്ങനെ ഒരു ക്ലാസ് മിസ് പ്രൊവൈഡ് ചെയ്തില്ലായിരുന്നു എനിക്ക് പക്ഷേ ഈ ചാപ്റ്റർ പോലും മനസ്സിലാകത്തില്ലായിരുന്നു. എനിക്കിത് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു സ്റ്റുഡൻറ്റിനോട്ട് എത്തിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എല്ലായിടത്തും പറയാനും പറ്റത്തില്ല. അപ്പം ഞാൻ ഓരോ സ്റ്റുഡൻസിൻ്റെ അടുത്തും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇതൊന്നും എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങൾ കാണുന്ന എൻട്രൻസ് വേൾഡ് ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്ന നീറ്റ് UG എന്ന് പറയുന്ന ഒരു വേൾഡ് ഉണ്ടല്ലോ, അതിൽ ഓരോ കുട്ടികളും, ഞാൻ പറയുന്ന ഓരോ കുട്ടികളുടെയും ഉള്ളിൽ ഒരു വികാരമുണ്ട്. എന്ന് പറയുമ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മെൻറ്റേഴ്സ് ഉണ്ടാകും. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടാകും. ആ പറയുന്ന മെൻറ്റേഴ്സുകൾ എല്ലാവരും വളരെ പേഴ്സണലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരുമായിരിക്കും. ഓക്കെ, ആരുമല്ല ചുമ്മാ ഫേക്കായിട്ട് വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും നിൽക്കുന്നവരല്ല, അതെനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, എങ്കിലും ഒരു എക്സ്ട്രാ സപ്പോർട്ട് അവരുടെ തന്നെ ഒരാളായിട്ട് നിന്ന് അവർക്ക് ആർക്കെങ്കിലും ഒരു എക്സ്ട്രാ സപ്പോർട്ട് ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു കുട്ടികൾ പോലും കാണത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വേണ്ടായിരിക്കും, പക്ഷെ എങ്കിലും ഭൂരിഭാഗം കുട്ടികളും അങ്ങനെ തന്നെയുള്ളവരാണ്. കാരണം നിങ്ങളെപ്പോലെ ഒരു ഫേസിൽ കൂടെ കടന്നു പോയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കത് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്റ്റുഡൻറ്റിനെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരുന്നു ഞാനിവിടെ ഉദ്ദേശിച്ചത്. അവരിലേക്ക് എനിക്ക് എത്തിക്കണം. അതായത് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് പറഞ്ഞുതരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ബയോളജി കുറച്ചുകൂടെ സിമ്പിളാക്കി പറഞ്ഞുതരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെയുള്ള സഹായം തേടിയേ പറ്റത്തുള്ളൂ.
ഓക്കെ. അതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേ, നിങ്ങളിപ്പോൾ പല സിനിമകൾ ഇറങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, സിനിമകൾ ഇറങ്ങുമ്പോൾ ഈ സിനിമകളിൽ ഇറങ്ങുന്നതിൻ്റെ ഈ പറയുന്ന ആക്ടേഴ്സ് വന്നിട്ട് നിങ്ങളിലേക്ക് സിനിമകൾ എത്തിക്കുന്നത് എങ്ങനെയാണ്, ഇന്നത്തെ കാലത്ത് എത്തിക്കുന്നത് എങ്ങനെയാണ്, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സോ നിങ്ങളടുത്ത് ഒരു ആൾ വന്നിട്ട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. ഓക്കെ, അല്ലാതെ ഞാൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പോകുന്നില്ല ഇത് എന്താണ് ഈ സംഭവം എന്നുള്ളത്, നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കും. ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വേറെ ആഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലേ? അങ്ങനെയുള്ള പല സ്റ്റോറീസുകളും കണ്ടിട്ടാണ് നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പോൾ അത് സത്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അറിയുന്നത്, ജോയിൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ, ഒന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുകയല്ലോ. അപ്പോൾ പറയണം. അപ്പം ഞാനും അതേ സെയിം സംഭവം തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാതെ എനിക്ക് വേറെ കുട്ടികളിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. കാരണം ആ വഴി നമുക്ക് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് എനിക്കുള്ള ഒരു എന്താ പറയുക, എനിക്ക് ആരുടെങ്കിലും സഹായം ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാൻ അതാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നത്. കാരണം ഒരാൾ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരാളടുത്ത് പോലും നിങ്ങൾ ഈ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ളത്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് NCERT ആണ് നമ്മുടെ ഹൈലൈറ്റ്, നമുക്ക് ടൈം ടേബിൾ ഉണ്ട്, നമ്മൾ നിമോണിക്സ് ഉണ്ട്, കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൻ്റെ ഹൈലൈറ്റ്. ഇതിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ ക്ലാസ്സസ് ഒന്ന് കണ്ടു നോക്കുക. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാൻ തോന്നുന്നത്, ജെന്യുവിൻ എന്താണോ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത്, അത് നിങ്ങൾ വീഡിയോ ആയിട്ട് പറയുക. ഇത്രയേ ഞാൻ ആവശ്യപ്പെടാറുള്ളൂ. ഇപ്പോഴും പണ്ടും ഇനിയും അങ്ങനെ ഞാൻ ആവശ്യപ്പെടത്തുള്ളൂ. കാരണം ഒരു ഫേക്കായിട്ടുള്ള ഒരു സംഭവം ഞാൻ ഒരിക്കലും പേഴ്സണലി പ്രൊമോട്ട് ചെയ്യത്തില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ചെയ്യാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ അടുത്തും ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ സ്റ്റുഡൻസിൻ്റെ അടുത്തും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആപ്പ് എടുക്കുക, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് എൻ്റെ ഡെമോ ക്ലാസ്സസ് ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ അത് വേണ്ട, നിങ്ങൾക്ക് അത് പഠിക്കാം. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഭയങ്കര പറ്റുന്നുണ്ടായിരിക്കാം പഠിക്കാൻ, ചിലപ്പോൾ വേറൊരു കുട്ടിക്ക് അത് പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഡെമോ ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫ്രീ ക്ലാസ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. കാരണം ആവശ്യമുള്ളവർ അത്രയും അത് മനസ്സിലാകണം, അതിൽ നിന്ന് യൂസ് ഉള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്ലോട്ട്സ് കഴിഞ്ഞ തവണ നമ്മൾ 100 സ്ലോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സ്ലോട്ട്സ് 50 സ്ലോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫില്ലായി. പിന്നെ എന്തിനാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്, പിള്ളേരെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റുഡൻസിനെ അലോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ അലോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എല്ലാവരുടെ ഡൗട്ട്സും ക്ലിയറും ഒക്കെ ചെയ്യുമ്പോഴത്തേനും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മളിപ്പോൾ എന്നെ നിൽക്കുന്ന ഫേസ് എന്ന് പറയുന്നത് ഇച്ചിരി വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസാണ്. അപ്പം ഒരു എന്താ പറയുക, ഇത്രയും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവ് ഇപ്പം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണ് 50 സ്ലോട്ട്സ് എടുത്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഈ കുട്ടികളൊക്കെ എൻ്റെ വീഡിയോസ് ആണെങ്കിലും ഈ പറയുന്ന UBR കോഴ്സിനെയൊക്കെ അറിഞ്ഞിട്ട് വരുന്ന കുറേ കുട്ടികൾ ഇപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തിനാണ് ഈ സ്ലോട്ട്സ് ഫില്ലായി എന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേർക്ക്, ഈ വരുന്ന കുട്ടികൾക്ക് ഞാൻ ഓക്കെ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം അയ്യോ മിസ്സ് ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ജോയിൻ ചെയ്യരുത്, നിങ്ങൾക്ക് സ്ലോട്ട് കഴിഞ്ഞു, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ എന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് അവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകുന്നുണ്ട്, അവിടെ തന്നെ ഡൗട്ട് ക്ലിയറൻസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കുട്ടികൾ ചോദിച്ച് വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ അങ്ങ് ഓപ്പൺ ആക്കി കൊടുത്തൂടെയെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ആ കാര്യം കൊണ്ടാണ് ആ സ്ലോട്ട്സ് ഫില്ലായിട്ടും എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിട്ടുമാണ് ഞാൻ ഓക്കെ ആ 50 സ്ലോട്ട്സ് മതി, ഇനി അതേ കൂടുതൽ വേണ്ട. കാരണം എനിക്കറിയത്തില്ല, കാരണം എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് ആത്മാർത്ഥത കാണിക്കണമെന്ന് എനിക്ക് വലിയ എന്താ പറയുക നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് സ്ലോട്ട്സ് ക്ലോസ് ആയിട്ട് ഇന്നും സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത് കൊണ്ടാണ് അത് ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഞാൻ എന്താ പറയുക വിചാരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക്, നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സോ അതെനിക്ക് ക്ലിയർ ആണെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. എല്ലാവരും നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ.